കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇവിടുത്തെ 21 ദിവസത്തെ ഉപവാസത്തിൻ്റെ പ്രാരംഭ ദിവസമാണല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ഈ ഉപവാസ പ്രാർത്ഥനയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വൈഡൽ മനന്ദനഗതിയ അടമന വദല പരകടമ ഹസ്തുൽ കജന രഗതിരിക്കടയം ഉല്ലമാനവാധനക്ഷാദലപ്രവൈഡേ മനന്ദന. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട് എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കും പോലെ കർത്താവേ, ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുന്ന ഈ 21 ദിവസ ഉപവാസം കർത്താവേ, കൂടാരത്തിന് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമായി മാറ്റപ്പെടുവാനിടയാക്കണമേ. ഒരു വലിയ ആത്മപ്രവാഹം ഞങ്ങളുടെ മധ്യേ നീ അയക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നാഥ. എല്ലാ ഇരുളിന്റെ ശക്തികൾ മാറിപ്പോകത്തക്കവണ്ണം വെളിച്ചത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യേ വീശേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനകളെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. കടന്നു വന്ന ഓരോ ദിവസവും ശുശ്രൂഷിക്കേണ്ട അവിടുത്തെ വിലയേറിയ ഭക്തന്മാർക്കായി സ്തോത്രം. അവിടുന്ന് അവരെ ശക്തിയോട് ഉപയോഗിക്കും. ആരെയും ശത്രു തടയാൻ ഇടയാകരുത്. ദൈവനാമം മഹത്വപ്പെടത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഉപവസിപ്പാൻ ജനത്തിന് ബലം കൊടുക്കണമേ, ശക്തി പകരണമേ കർത്താവേ. സ്തോത്രം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്നുള്ള അവിടുത്തെ വചനപ്രകാരം കർത്താവേ, ബലം എല്ലാവർക്കും നൽകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ, ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രെയർ ഉദ്ഘാടനം ചെയ്തതായി പ്രസിദ്ധം ചെയ്തുകൊള്ളുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൈകളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാവർക്കും യഥാസ്ഥാനങ്ങളിൽ ഇരിക്കാമല്ലോ. സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ അനുഗ്രഹം തന്നെയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാനായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആധാരമായിട്ട് നമുക്ക് ഒരു വേദഭാഗം വായിക്കാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 6-ാമത്തെ വാക്യം. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്നു. Abraham hurried into the tent Sarah. സാറായുടെ അടുക്കൽ കൂടാരത്തിനകത്ത് ബന്ധപ്പെട്ട് അബ്രഹാം ചെല്ലുകയാണ്. ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം ബദ്ധപ്പാട് എന്നുള്ളതാണ്. അതും പഴയ നിയമത്തിൽ ഒത്തിരി ഉണ്ട്. എൻ്റെ വിഷയം എൻ്റെ നോട്ട്സ് ഉണ്ടെങ്കിലും പുതിയ നിയമത്തിൽ ന്യൂ ടെസ്റ്റമെന്റിലെ ബദ്ധപ്പാടുകൾ ഏതൊക്കെയാണ്? പുതിയ നിയമത്തിലെ ബദ്ധപ്പാടുകൾ, നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെടേണ്ട പല അനുഭവങ്ങൾ ഉണ്ട്. അത് എന്നാൽ ഒന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ലോകം ബന്ധപ്പെടുന്ന വിഷയമാണ്. നമ്മൾ ബന്ധപ്പെടുന്നതല്ല. ഒന്നാമത് ലോകം ബന്ധപ്പെടുന്ന വിഷയം. ലോകം ബന്ധപ്പെടുന്ന വിഷയം. മർക്കോസ് 6-ാം അധ്യായം. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കാം. 25-ാമത്തെ വാക്യം.
ഉടനെ അവൾ ബന്ധപ്പെട്ടു. എവിടെ ചെന്നു? രാജാവിൻ്റെ അടുക്കൽ ചെന്നു. അല്ലേ? ആരാന്നറിയാമോ? ഈ ഹെരോദിയയുടെ മകൾ ശലോമിയാണ്. ശലോമി ഹെരോദ രാജാവിൻ്റെ മുൻപിൽ, മഹത്തുക്കളുടെ മുൻപിൽ ഡാൻസ് ചെയ്ത് എല്ലാവരെയും പ്രസാദിപ്പിച്ച ഈ ശലോമി, അതിന് പ്രതിഫലമായിട്ട് ഹെരോദ രാജാവ് അവളോട് ചോദിക്കുകയാണ്, മോളെ നിനക്ക് എന്താണ് പ്രതിഫലം വേണ്ടത്? നിനക്ക് പ്രതിഫലം വേണ്ടിയത് എന്താണ്? അതിന് ശലോമി ബന്ധപ്പെട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, എനിക്ക് വേണ്ടിയത് യോഹന്നാൻ സ്നാപകന്റെ, ഒരു ദൈവഭക്തന്റെ, ഒരു നീതിമാന്റെ തല കൊയ്തെടുക്കാൻ ലോകം ബന്ധപ്പെടുമ്പോൾ, പ്രിയ ദൈവത്തിന്റെ മക്കളെ, നമുക്കെതിരെ ശത്രു പദ്ധതിയിട്ട് നമ്മുടെ തല കൊയ്യുവാൻ ലോകം നോക്കുന്നത്, ലോകം ബന്ധപ്പെടുന്നത് ദൈവദാസന്മാരുടെ, ദൈവദാസിമാരുടെ തല കൊയ്യാനാ. സ്വതന്ത്രം. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒന്നാമത്തെ ബദ്ധപ്പാട്, ദൈവമക്കളുടെ തല കൊയ്യാൻ നിൽക്കുന്ന ലോകം, അതായത് പിശാച്. നിരപരാധിയായ യോഹന്നാൻ സ്നാപകൻ ആ ദൈവഭക്തന്റെ തല കൊയ്തെടുക്കാനായിട്ട് ശലോമി ഹെരോദ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ആവശ്യപ്പെടുക. ഇതിൽ കുറഞ്ഞതൊന്നും നമ്മളും പ്രതീക്ഷിക്കേണ്ട. ഈ ലോകം ഒരിക്കലും നമുക്ക് പൂച്ചണ്ട് തരത്തില്ല. സ്തോത്രം. പുറമേയുള്ള പല്ലുകൾ കൊണ്ട് ചിരിച്ചു കാണിച്ചാലും അകമേയുള്ള പല്ലുകൾ കൊണ്ട് കടിച്ചിറുമുന്ന ലോകമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. സ്തോത്രം. കരമൊക്കെ തരും. നമുക്കറിയാം, ഈ ഗോദായില് ഗുസ്തി ഇടാൻ നിൽക്കുന്ന വ്യക്തികൾ, രണ്ട് എതിരാളികളാണ്, ഓപ്പോസിഷൻ പാർട്ടീസാണ്. ഇവർ ഗുസ്തി ഇടുന്നതിന് മുമ്പ് റഫറി അവരെ രണ്ടുപേരെയും മുമ്പിൽ വിളിക്കും. ഇവർ രണ്ടുപേരോടും പറയും, കരം കൊടുക്കാൻ പറയും. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? കൈ കൊടുത്ത് നന്നായിട്ട് ഷേക്കാൻ കുലുക്കും. അല്ലേ? എന്തോ അവരുടെ മനസ്സിലിരിക്കുന്ന എന്താണെന്നറിയോ? എടാ, ഞാൻ നിന്നെ കമത്തി അടിക്കും, ഞാൻ നിന്നെ മലർത്തി അടിക്കും. പക്ഷെ കൈ കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? എല്ലാ ഭാവുകങ്ങളും നേരാൻ വേണ്ടിയാ. നിനക്ക് വിജയം നേരുന്നു എന്നുള്ള അർത്ഥത്തില്ല. പക്ഷെ ഉള്ളിലിരിക്കുന്ന എന്തോ? ഞാൻ നിന്നെ മലർത്തി അടിക്കും. സ്തോത്രം. എന്നതുപോലെ ആ ലോകം ദൈവജനത്തിന്റെ തല കൊയ്യുവാൻ നോക്കി ഇരിക്കുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ, പ്രിയ ദൈവത്തിന്റെ പൈതലേ, അതിൽ കുറഞ്ഞതൊന്നും നമുക്ക് ലോകത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. തല കൊയ്യുന്നെങ്കിൽ കൊയ്യട്ടെ. സ്തോത്രം. അല്ലേ? എങ്കിലും വിശുദ്ധിക്ക് വേണ്ടി, പ്രമാണത്തിനു വേണ്ടി നിൽക്കാൻ യോഹന്നാൻ സ്നാപകൻ തയ്യാറായി. ഹെരോദാവിന്റെ മുഖത്തേക്ക് നോക്കി, ഹെരോദാവേ, നീ ചെയ്യുന്നത് പാപം, അത് വിളിച്ച് പറയാൻ ചങ്കൂറ്റം ഏറ്റുവാങ്ങിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ നിൽക്കുകയും അവനറിയാം തൻ്റെ തല പോകുമെന്നുള്ളത്. തൻ്റെ തല കൊയ്തെടുക്കും എന്നുള്ളത് യോഹന്നാൻ സ്നാപകൻ അറിയാം. എങ്കിലും വിശുദ്ധിയുടെ പ്രമാണത്തിനു വേണ്ടി നിലകൊണ്ട വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. എങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ തല പോയാലും വേണ്ടില്ല, തല കൊയ്താലും വേണ്ടില്ല. ഇന്ന് രാത്രി എത്ര പേര് ആമേൻ ഒരു തീരുമാനമെടുക്കും വിശുദ്ധിക്ക് വേണ്ടി, പ്രമാണത്തിനു വേണ്ടി, ആമേൻ അശുദ്ധിക്കെതിരെ വിരൽ ചൂണ്ടുവാൻ. ദൈവമക്കളെ, നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോൾ, സ്തോത്രം. നമുക്കറിയാം,
നയമാൻ എലിശായുടെ അടുക്കൽ ചെന്നു, സൗഖ്യമൊക്കെ പ്രാപിച്ചു. ഒടുവിൽ അവൻ എലിശായോട് പറയാണ്, ഇനി ഞാൻ ഈ ദൈവത്തെ അല്ലാതെ വേറെ സേവിക്കത്തില്ല, ഈ ദൈവത്തിന് മാത്രമേ ഞാൻ യാഗം കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് കുറെ മണ്ണൊക്കെ വേണം. അതുകൊണ്ട് പോയി യാഗപീഠം പണിത് എനിക്ക് ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. എങ്കിലും അവനൊരു എക്സ്ക്യൂസ് പറയുന്നുണ്ടല്ലേ, ഒരു എക്സ്ക്യൂസ് പറയുന്നുണ്ട്. എന്തുവാ? ഞാൻ എൻ്റെ രാജാവിൻ്റെ മുൻപിൽ എൻ്റെ കൈത്താങ്കലോട് രാജാവ് റിമ്മോന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുമ്പം ഞാനും എന്ത് ചെയ്യുന്നു? കുമ്പിട്ട് പോകുന്നു. ഞാനും നമസ്കരിച്ചു പോകുന്നു. ഓർത്തോണം. ലോകം ഉദ്ഘാടനത്തിനൊക്കെ ദൈവദാസനെ നിലവിളക്കൊക്കെ കത്തിച്ച് വെക്കുമ്പം എല്ലാവരും വിളക്ക് കൊണ്ടുവന്ന് അതിൽ കത്തിക്കുമ്പം കത്തിക്കാൻ പോകരുത്. സ്തോത്രം. മറ്റുള്ളവർ മറ്റ് പൊസിഷനുകളിൽ നിൽക്കുന്നവരൊക്കെ അത് ഇത് ചെയ്തെന്ന് വരും. അവിടെ ചെന്ന് ചന്ദനം വാങ്ങിച്ച് കുറിയിടല്, പ്രമാണം ഏറ്റുവാങ്ങി നിൽക്കണം. സോദരം, എന്റെ കൈത്താങ്ങലോടെ രാജാവ് റിമ്മോന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുമ്പം ഞാനും എന്ത് ചെയ്യുന്നു? കുമ്പിട്ട് പോകുന്നു. ഇരുതോണിയിൽ കാലുവെക്കുന്ന നയമാൻ. മാനസാന്തരം തന്നെ 5 വിധത്തിലുള്ള മാനസാന്തരങ്ങളുണ്ട്. പോട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനസാന്തരമുണ്ട്. അതിലൊന്നാണ് ഈ നയമാന്റെ മാനസാന്തരം. അവിടെയും വേണം, ഇവിടെയും വേണം. അവിടെ അല്പം, ഇവിടെ അല്പം, അല്ലെ? ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ. നോ, വിശുദ്ധിയും വേർപാടും ഏറ്റുവാങ്ങിയ ദൈവത്തിലെ മക്കൾ അതിനുവേണ്ടി എന്നും എക്കാലവും നിലനിൽക്കണം. അല്പം പോലും അയയാൻ പാടില്ല, അയരുത്. യോഹന്നാൻ സ്നാപകൻ അറിയാം അവന്റെ തല കൊയ്യപ്പെടും എന്നുള്ളത്. പക്ഷെ അവൻ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ തല കൊയ്താലും വേണ്ടില്ല, അശുദ്ധിക്കെതിരെ ഞാൻ എന്ത് ചെയ്യും? വിരൽ ചൂണ്ടും. സ്തോത്രം. വിശുദ്ധിയുടെ പ്രമാണത്തിന് വേണ്ടി നിന്നവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാനാ ദൈവം നമ്മെ കണ്ടതും വിളിച്ചതും വേർതിരിച്ചതും. സ്തോത്രം. കർത്താവ് ചേർക്കാൻ വരുന്നതും അങ്ങനെയുള്ളവരെയാ, വിശുദ്ധന്മാരെ ചേർക്കാനാ ദൈവം വരുന്നത്. സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധിയുടെ പ്രമാണം വിട്ട് അല്പം പോലും വ്യതിചലിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത്. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. സ്തോത്രം. അപ്പൊ ലോകം ബന്ധപ്പെടുന്നു എന്തിനാ? ദൈവമക്കളുടെ തല കൊയ്യാൻ. ഇനി ദൈവമക്കളുടെ ജീവിതത്തിൽ വരേണ്ട ബന്ധപ്പാടുകൾ നമുക്ക് ചിന്തിക്കാം. പുതിയ നിയമത്തിൽ ലോകം ബന്ധപ്പെടുന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി ദൈവമക്കളുടെ ജീവിതത്തിൽ വരേണ്ട ബന്ധപ്പാട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39-ാമത്തെ വാക്യം. 39. ബന്ധപ്പെട്ട് ചെന്നു. ഷീ വെന്റ് ഇൻ എ ഹറി ടു ദ ഹിൽ കൺട്രി. അല്ലേ? ബന്ധപ്പെട്ട് ചെല്ലുകയാ. ആരാ? മറിയാം. ആ സംഭവം നമുക്കറിയാം. എപ്പോഴാണ് അവളുടെ ജീവിതത്തിൽ ബന്ധപ്പാട് വന്നത്? കർത്താവിൻ്റെ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിന്റെ ആലോചന അറിയിച്ച് പരിശുദ്ധാത്മാവ് അവളുടെ മേൽ നിഴലിട്ട് ഉള്ളിൽ ശിശു ഉരുവായി കഴിഞ്ഞപ്പോൾ അവിടെ ഉടനെ വായിക്കുന്നതാ, മറിയ എഴുന്നേറ്റ് ബന്ധപ്പെട്ട് മലനാട്ടിലേക്ക് അവൾ പോയി. എന്തിനാ? അവിടെ ചാർച്ചക്കാരുത്തിയായ എലിസബത്തിന് ഇത് 6-ാം മാസം. മറിയ ഗർഭിണിയാ, മറിയ ഗർഭവതിയാ.
അവിടെ ചാർച്ചക്കാരിയായ എലിസബത്തും എന്തുവാ? സ്തോത്രം. മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് ദൈവം മക്കളെ കൊടുക്കുന്നവനാ. സ്തോത്രം. കഴിഞ്ഞ മാസം ഓസ്ട്രേലിയ എന്നൊരു ഫാമിലി എന്നെ വിളിച്ചു. ഓസ്ട്രേലിയയിൽ നിന്ന്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, മക്കളില്ല, പ്രാർത്ഥിക്കണം. ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുടിക്കാൻ. ഓസ്ട്രേലിയയില്ല. അവരതെടുത്ത് വെച്ച് സ്പീക്കർ ഇടാൻ പറഞ്ഞു. സ്പീക്കർ ഇട്ടു. ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു അത് സ്തോത്രം പറഞ്ഞു കുടിക്കാൻ പറഞ്ഞു. അവർ രണ്ടുപേരും കുടിച്ചു. നൗ ഷീ ഈസ് ക്യാരിങ്. ഇന്ന് വിളിച്ചിരുന്നു, ഭയങ്കര പാസ്റ്റർ ഛർദില. സ്തോത്രം. വാഗ്ദത്തങ്ങളെ ദൈവം നിവർത്തിക്കുന്നവരാ. നമ്മൾ അവകാശമാക്കേണ്ടതാണ് തലമുറ എന്ന് പറയുന്നത്. കുടുംബം സ്ഥാപിച്ചത് ദൈവമാണ്. പിന്നെ ഞാനൊരു വിവാഹ ശുശ്രൂഷ പള്ളിച്ചൽ ഓഡിറ്റോറിയത്തിൽ ഞാൻ നടത്താനിടയായി. അന്നേരം ഞാൻ പ്രസംഗിച്ചത് ഇതാ, കുടുംബം സ്ഥാപിച്ചത് ദൈവമാണ്. മക്കൾ എന്ന് പറയുന്നത് ദൈവം തരുന്ന അവകാശമാണ്. അത് നമ്മൾ അവകാശമാക്കേണ്ടതാണ്. ദൈവം തന്നോളൂന്നല്ല, ദൈവം തരുമ്പോൾ തരട്ടെ എന്നല്ല, നമ്മൾ പിടിച്ചെടുക്കണം, നമ്മൾ അവകാശമാക്കേണ്ടതാണ്. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിയേ, ഇവിടെ മറിയ ഗർഭവതിയായി. അവൾ ഒരു ശിശുവിനെ ഉള്ളിൽ വഹിക്കുക. അടുത്ത സ്റ്റെപ്പ് അവൾ ചെയ്തത് അതേ അനുഭവമുള്ള വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ഫെലോഷിപ്പ് നടത്തുക. ഇന്നലത്തെ ജനറൽ മിനിസ്റ്റീരിയൽ ബോഡി മീറ്റിങ്ങിൽ ഞാൻ എടുത്ത സബ്ജക്റ്റ് അതായിരുന്നു, ഫെലോഷിപ്പ്, കൂട്ടായ്മ. ആരോടൊക്കെ നമുക്ക് ഫെലോഷിപ്പ് വേണം, അതാ ഇന്നലെ എടുത്തത്. സ്തോത്രം. അപ്പൊ നോക്കിയാൽ ഇവിടെ മറിയ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അവളുടെ ഫെലോഷിപ്പ് പിന്നെ ആരുമായിട്ടായിരുന്നു? അതേ അനുഭവമുള്ള വ്യക്തിയുമായിട്ട് അല്ലേ. ഒരിക്കൽ ഞാൻ സ്കൂളിൽ SMV സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് സാറുമാരെല്ലാം കൂടെ പറഞ്ഞു നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞാനും കൂടെ പോയി. എന്നെയും വിളിച്ചു സ്റ്റാഫ് റൂമിൽ നിന്ന്. പോയി ഒരു കാങ്കടയുടെ മുന്നിൽ ചെന്ന് കൊലയൊക്കെ കിട്ടിയ തൂക്കിയിരുന്നു. അവരൊരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചു. സിഗരറ്റ് വാങ്ങിച്ചിട്ട് ഓരോരുത്തർക്ക് നീട്ടി, ഓരോന്ന് എടുക്കുക. അവർ എനിക്ക് നീട്ടി. പറഞ്ഞു ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല. അതിൽ പിന്നെ ഇവരെന്നെ കൂട്ടിന് വിളിച്ചിട്ടില്ല. അവർക്ക് മനസ്സിലായി കൂട്ടായ്മ കൂടാൻ പറ്റിയ ആളല്ല ഇത്. നമ്മുടെ ഫെലോഷിപ്പ് ആരുമായിട്ടായിരിക്കണം? നാം അനുഭവിക്കുന്ന യാഥാർത്ഥ്യം, നാം അനുഭവിക്കുന്ന സത്യം, അതേ അനുഭവത്തിലുള്ള വ്യക്തികളുമായിട്ടായിരിക്കണം നമുക്ക് കൂട്ടായ്മ. അതുകൊണ്ട് പറഞ്ഞത് വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ. സ്തോത്രം. ഒരു വിശ്വാസി അവിശ്വാസിയുമായി ഇണയില്ല പിണ കൂടരുത്. കൂട്ടായ്മ പാടില്ല, പാടില്ല, പാടില്ല. സ്തോത്രം. കഴിഞ്ഞൊരു ദിവസം ഒരു ആൻറ്റി എന്നോടൊന്ന് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മോടെ വിവാഹമൊക്കെ റെഡിയായി വരിക, പാസ്റ്റർ പ്രാർത്ഥിക്കണം, പാസ്റ്റർ തന്നെ വിവാഹ ശുശ്രൂഷ നടത്തണം. ഞാൻ പറഞ്ഞു സന്തോഷം, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ, ഞാൻ തന്നെ നടത്താമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടുന്നാ? പയ്യൻ എവിടുന്നാ? അത് മോടെ കൂടെ ജോലി ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന പയ്യനാണ്. ഞാൻ പറയും നല്ല കാര്യമാണ്, രണ്ടുപേർക്കും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ടെക്നോ പാർക്കിൽ പോകാം, ഒരുമിച്ച് ജോലി കഴിഞ്ഞ് മടങ്ങി വരാം. ഇതെങ്ങനെ സാധിച്ചു? നല്ല കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നമുക്ക് ഈ വിവാഹം ഉറയ്ക്കണമല്ലോ, എൻഗേജ്മെൻറ്റ് നടത്തണമല്ലോ, എൻഗേജ്മെൻറ്റ് നടത്തണമല്ലോ. അപ്പം പയ്യൻ കൂടുന്ന സഭ ഏതാ? നമുക്ക് ആ പാസ്റ്ററുമായി ബന്ധപ്പെട്ട് എൻഗേജ്മെൻറ്റ് നടത്തണമല്ലോ. ഉടനെ ഈ ആൻറ്റി എന്നോട് പറയുക, പാസ്റ്ററെ അവൻ ഒരു മുസ്ലിം ചെറുക്കനാണ്, അവനൊരു മുസ്ലിം ചെറുക്കനാണ്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നാൻറ്റി, നമുക്കതൊക്കത്തില്ലല്ലോ, നമുക്കതൊക്കത്തില്ല. ഒരു ദൈവവൈതൽ അവിശ്വാസിയുമായിട്ട് ഇണയില്ല പിണ. ഉടനെ ഈ ആൻറ്റി എന്നോട് പറഞ്ഞേക്കണോ, പാസ്റ്റർ അത് സാരമില്ലെന്ന്, അവനും കൂടെ ഇങ്ങോട്ട് ചേർന്ന് വന്നോളൂ വന്ന്. ആ ഞാൻ പറയും നിങ്ങളുടെ മോളെ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ചിന്തിച്ചാൽ മതി.
കൃപയാൽ പ്രാർത്ഥിച്ചു കേട്ടോ, ആ വിവാഹം നടന്നില്ല, അതങ്ങ് തട്ടി തെറിച്ചു പോയി. നോക്കൂ, നാം അനുഭവിക്കുന്ന അതേ അനുഭവമുള്ളവരുമായിട്ട് വേണം നമുക്ക് കൂട്ടായ്മ. മറിയ ബന്ധപ്പെട്ട് മലനാട്ടിൽ പോയത് എന്തിനാ? അവൾ പാർക്കുന്ന നസറത്തിൽ ആൾക്കാരില്ലേ? കൂട്ടായ്മ കൂടാൻ വ്യക്തികളില്ലേ? എത്രയോ കുടുംബങ്ങൾ നസറത്തിലുള്ളപ്പോൾ മറിയ എഴുന്നേറ്റ് ബന്ധപ്പെട്ട് മലനാട്ടിൽ പോകാൻ കാരണം അവൾ അനുഭവിക്കുന്ന അതേ അനുഭവമുള്ള ഒരു വ്യക്തി അവിടെയുണ്ട്. അവളുടെ ചാർച്ചക്കാരത്തിയായ എലിസബത്ത്. എത്ര നാൾ അവളുമായി കൂട്ടായ്മ കൂടിയെന്നറിയോ? 3 മാസം. അതായത് ദൂതൻ വന്ന് മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ എലിസബത്തിന് 6 മാസമായി. എലിസബത്തിന് 6 മാസമായി. സാധാരണ സഹോദരന്മാർക്കറിയാം എത്ര മാസം കഴിയുമ്പോഴാണ് പ്രസവം നടക്കുന്നെന്നുള്ളത്. അതുവരെ മറിയ എലിസബത്തിനൊപ്പം കൂട്ടായ്മ കൂടി. ഇനി മറിയയ്ക്ക് മനസ്സിലായി, ഇനി നിന്നിട്ട് കാര്യമൊന്നും ഇല്ല. ശ്രദ്ധിക്കൂ, നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ഒന്നാമത്തെ ബദ്ധപ്പാട് കൂട്ടായ്മ. നമുക്ക് നാം അനുഭവിക്കുന്ന അതേ സത്യത്തിൽ നിൽക്കുന്നവരുമായിട്ടായിരിക്കണം ഫെലോഷിപ്പ് വേണ്ടിയത്. അകത്തവരുമായിട്ട് ഒരിക്കലും കൂട്ടായ്മ പാടില്ല. സ്തോത്രം. 2, നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെടേണ്ട രണ്ടാമത്തെ വിഷയം ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. ലൂക്കോസ് 2-ാം അധ്യായം 16-ാമത്തെ വാക്യം, 16-ാം വാക്യം. കണ്ട ശേഷം മതി. So they came in a hurry and found their way to Mary and Joseph. അവർ ബന്ധപ്പെട്ട് ബത്ലഹേമോളം ചെന്ന് ശിശുവിനെ അവൻ്റെ അമ്മയോടൊപ്പം യോസേഫിനോടൊപ്പം കണ്ട് ശിശുവിനെ വീണ് നമസ്കരിച്ച് അവർ മടങ്ങിപ്പോവുകയാണ്. ആരാ? ആട്ടിടയർ. അവരുടെ ജീവിതത്തിൽ വന്ന ബന്ധപ്പാട് എന്തിനു വേണ്ടിയാ? യേശുവിനെ കാണാൻ, ജനിച്ച യേശുവിനെ കാണാൻ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ബന്ധപ്പാടുണ്ടായിരിക്കണം. പിറന്നു വീണ യേശുവിനെ കാണുവാൻ ബന്ധപ്പെട്ടാട്ടിടയർ പോകുകയാണ്. സ്തോത്രം. അതായത് ഉപവാസ പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ ബന്ധപ്പാട് നമുക്ക് വേണം. ഉപവസിക്കാൻ ബന്ധപ്പാട് വേണം, പ്രാർത്ഥിക്കാൻ ബന്ധപ്പാട് വേണം, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ബന്ധപ്പാട് വേണം. സ്തോത്രം. തുടർന്നുള്ള ദിവസങ്ങൾ വലിയ അനുഗ്രഹം നമ്മുടെ മധ്യയെ ഒഴുകാൻ പോകുക. ഒരു ബന്ധപ്പാട് നമുക്ക് വേണം. ആട്ടിടയർ ബന്ധപ്പെട്ട് ബത്ലഹേമോളം ചെന്ന് യേശുവിനെ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയ രണ്ടാമത്തെ ബന്ധപ്പാട് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ. യേശുവിൻ്റെ ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമുക്കത് അനുഭവിക്കുവാൻ വേണ്ടി ഒരു ബന്ധപ്പാട് വേണം. ദൈവസാന്നിധ്യം ഇല്ലാത്ത ഒരനുഭവം നമ്മൾ ഉണ്ടാകരുത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകരുത്. ദൈവമില്ലാത്ത വഴികൾ നമുക്ക് പാടില്ല. സ്തോത്രം. ഏതൊരു വിഷയത്തിന് കരം കൊടുത്താലും ദൈവസാന്നിധ്യം. ഞാൻ എപ്പോഴും സഭയിലും പറയാറുണ്ട്, എൻ്റെ വീട്ടിലും പറയാറുണ്ട്. സ്തോത്രം. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാനായിട്ട് എവിടെയെങ്കിലും ചെന്നാൽ തന്നാൽ ആ പച്ചവെള്ളം എടുത്ത് അല്ലെ കടയിൽ പോയി ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചാലും അത് കുടിക്കാൻ നേരത്തെ സ്തോത്രം പറഞ്ഞേ കുടിക്കാവൂ. അല്ലാതെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച വെള്ളമാണ്, അത് പൊട്ടിച്ച ഉടനെ അങ്ങ് മോന്തരുത്. സ്തോത്രം പറഞ്ഞു വേണം കുടിക്കാൻ.
കാരണം ദൈവ സാന്നിധ്യമില്ലെങ്കിൽ, സ്തോത്രത്തിൻ്റെ ശക്തി വ്യാപരിച്ചില്ലെങ്കിൽ അതിൽ കൂടിയൊക്കെ അന്യായ ബന്ധനം വരും. അന്യായ ബന്ധനം വരും. ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഈ കുടുംബ ജീവിതമൊക്കെ തകർന്ന് തരിപ്പണമായി, വിശുദ്ധി നഷ്ടപ്പെട്ട ദൈവദാസന്മാരുണ്ട്. നിങ്ങൾ വിവേചിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും. ദൈവദാസന്മാരുണ്ട്. നമുക്കൊരു കുഴപ്പമുണ്ട്. ആര് വന്ന് പ്രസംഗിച്ചാലും, അല്ലേ, ആര് വന്ന് പ്രസംഗിച്ചാലും ഒടുവിൽ ചെന്ന് തല കുനിച്ചു കൊടുക്കും. തലയെ കൈവച്ച് പ്രാർത്ഥിച്ചോളാം, കുനിച്ചു കൊടുക്കും. ഓർത്തോണം, അവരുടെ കുടുംബ ജീവിതത്തെ തകർത്ത ഒരു വ്യാപാരമുണ്ട്. അവരുടെ വിശുദ്ധിയെ തകർത്ത ഒരു വ്യാപാരമുണ്ട്. പക്ഷെ സ്റ്റേജൊക്കെ അവർ ഇളക്കി മറിക്കും. സ്റ്റേജൊക്കെ ഇളക്കി മറിക്കും. നിരീശ്വരവാദിയായ എ.ടി. കോവനോട് പറഞ്ഞാൽ നന്നായി വചനം സംസാരിക്കും. നന്നായി. അദ്ദേഹം പോയി. ഇടമറുകിനോട് പറഞ്ഞാൽ നന്നായി ദൈവവചനം ശുശ്രൂഷിക്കും. അദ്ദേഹവും പോയി. ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ട ഒരൊറ്റ വ്യക്തിയുടെ മുൻപിൽ പോയി തലകുനിച്ച് കൊടുക്കരുത്. കൊടുത്താൽ സംഭവിക്കുന്നത് അവരെ തകർത്ത വ്യാപാരം നമ്മയും തകർക്കും. അവരുടെ കൈകളിൽ കൂടി ആ വ്യാപാരം നമ്മയും തകർക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥിച്ച് സൂക്ഷ്മതയോട് കൂടി വേണം നമ്മൾ മുൻപോട്ട് നീങ്ങാനായിട്ട്. യേശുവിൻ്റെ സാന്നിധ്യം നമ്മിൽ നഷ്ടപ്പെടരുത്. ഒരു ബദ്ധപ്പാട് നമുക്ക് വേണം. എനിക്ക് യേശുവിനെ അറിയണം, യേശുവിനെ കാണണം, യേശുവിനെ പിൻപറ്റണം. ഒരു ബദ്ധപ്പാട് നമുക്ക് വേണം. ആട്ടിടയർക്കുണ്ടായ ബദ്ധപ്പാട് പോലെ. മൂന്നാമത്തെ ബദ്ധപ്പാട് ലൂക്കോസ് എഴുതിയ സുവിശേഷം തന്നെ 19-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ലൂക്കോസ് 19-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ സെക്കായോസ്, hurry and come down. യേശു വിളിക്കുക, hurry and come down. വേഗത്തിൽ, മലയാളത്തിൽ വേഗത്തിൽ നിന്നാ. And he hurried and came down and received him gladly. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ജീവിതത്തിൽ ക്രമീകരണം പ്രാപിപ്പാൻ യേശുവിന്റെ സാന്നിധ്യം നാം പാർക്കുന്ന ഭവനത്തിൽ ഉണ്ടാകേണ്ടതിന് ഒരു ബദ്ധപ്പാട് സക്കായിക്കുണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ബദ്ധപ്പാട് വേണം. നാം കർത്താവിനെ ബന്ധപ്പെട്ട് ശരിയാ. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ എത്രയോ പേരുണ്ടല്ലേ, നമ്മുടെ കുടുംബക്കാർ എത്രയോ പേരുണ്ട് അറിയുവാൻ. സ്തോത്രം. ഒരു ബദ്ധപ്പാട് നമുക്ക് വേണം. ബദ്ധപ്പാട്. എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ നിത്യതയിൽ വിശ്രമിക്കുക. അദ്ദേഹത്തെ ദോഹയിൽ വെച്ച് സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആ ജ്യേഷ്ഠൻ്റെ വൈഫ് അമ്മാമയാണെങ്കിൽ എന്നെ മിക്സിക്കകത്തിട്ട് അരച്ച് കലക്കി കൊടുത്താൽ ഒറ്റ മോന്തിനങ്ങ് കുടിക്കും. അത്രയ്ക്ക് ദേഷ്യമാണ് എന്നോട്. നമ്മൾ സുവിശേഷം പറയാനായിട്ട് വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ തുടങ്ങിയാൽ, മറ്റ് ലോകകാരി എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമാണ്, നമ്മോടുകൂടെ സംസാരിച്ചിരിക്കും. എന്നാൽ ആത്മീയ എടുത്തിട്ടാ പറയും മതി മതി മതി, അതിവിടെ വേണ്ട. അത് തുടങ്ങുമ്പോഴേ പറയും മതി, സ്റ്റോപ്പ്, അത് വേണ്ട, ഇനി വേണ്ട, ഒന്നും പറയാൻ സമ്മതിപ്പിക്കത്തില്ല. എന്നാൽ ജ്യേഷ്ഠൻ്റെ ശവസംസ്കാര ശുശ്രൂഷയെ മോൻ വന്നു ദോഹയെന്ന്, മോനും കുടുംബവും. അവൻ മൈക്കിൽ കൂടെ പരസ്യമായി വിളിച്ചു പറഞ്ഞ് അവൻ സ്നാനപ്പെട്ടെന്ന്. അവൻ ദൈവത്തെ വേർപെട്ട് ആരാധിക്കുകയാണ്. ഒരേ ഒരു മകൻ. സ്തോത്രം. നമ്മുടെ കുടുംബത്തിൽ യേശുവിനെ അറിയാത്തവരുണ്ട്. അവരറിയണം.
അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ബദ്ധപ്പാട് വേണം. എന്തിനാ? യേശുവിനെ നമ്മുടെ ഭവനത്തിലേക്ക് വിളിച്ചു കയറ്റാൻ. സക്കായി ബന്ധപ്പെട്ട് ആ മരത്തിൽ നിന്ന് ഇറങ്ങി യേശുവിനെ വീട്ടിലേക്ക് കൈക്കൊള്ളുവാൻ. സ്തോത്രം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ. കർത്താവിനെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കുടുംബം നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. അനുവദിക്കത്തില്ല. സ്തോത്രം. ബേബി എന്ന് പറയുന്ന ഒരു സഹോദരി പാലത്താഴെ മലയാളം വർഷിപ്പിൽ വരുന്നുണ്ട്. നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഞാൻ അവരുടെ വീട്ടിൽ പോയേയില്ല, എവിടെ സമയം. അതുകൊണ്ട് ഒടുവിൽ ഞാൻ കഴിഞ്ഞ ഒരു 4 മാസത്തിന് മുമ്പ് അവരുടെ വീട് ചോദിച്ചാൽ ഞാൻ വരും നിങ്ങളുടെ വീട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ പോയി അവളുടെ ഭർത്താവ് വേണു, ഹിന്ദുവാ, വേണു ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നു. സംസാരിച്ചു. ഈ ഞായറാഴ്ച തൊട്ട് ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയും എനിക്ക് സ്നാനപ്പെടണമെന്ന്. അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി വേണുവിനെ. കുടുംബം വിടുവിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ബദ്ധപ്പാട് ഉണ്ടായാൽ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുന്നവനല്ല. അപ്പൊ മൂന്നാമത്, ബദ്ധപ്പാട് യേശുവിനെ നമ്മുടെ വീട്ടിനകത്തേക്ക് സ്വാഗതം ചെയ്യുവാൻ, വിളിച്ചു കയറ്റാൻ. ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ മൂന്നാമത്തെ ബദ്ധപ്പാടാണത്. 4-ാമത്തെ ബദ്ധപ്പാട് അപ്പോസ്തല പ്രവൃത്തികൾ എടുക്കാം. 20-ാം അധ്യായം 16-ാമത്തെ വാക്യം. കഴിയും എങ്കിൽ ബദ്ധപ്പെടുകയാൽ for he was hurrying to be in Jerusalem. അവൻ ബന്ധപ്പെട്ടു. എന്തിനാ? പെന്തക്കോസ്ത് നാളേക്ക് യെരൂശലേമിൽ എത്തേണ്ടതിന്, യെരൂശലേമിൽ എത്താൻ അവനൊരു ബദ്ധപ്പാട്. പൗലോസിനോട് ചോദിക്കാം, പൗലോസേ എന്നാ നിനക്ക് ഇത്ര ബദ്ധപ്പാട്? എഫെസോസിൽ പോലും ആ കപ്പൽ അടുപ്പിക്കാതെ നീ ഓടിപ്പിക്കുകയാണല്ലോ. അവൻ പറയും, എനിക്ക് അവിടെ ചിലരെ നേടാനുണ്ട്. യെരൂശലേമിൽ ചിലരെ എനിക്ക് നേടാനുണ്ട്. എനിക്ക് പീഡയുണ്ട്, എനിക്ക് ബന്ധനമുണ്ട്, അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിലും യെരൂശലേമിൽ എനിക്ക് ചില ആത്മാക്കളെ നേടുവാനായിട്ടുണ്ട്. അതിനൊരു ബദ്ധപ്പാട്, ഒരു തിടുക്കം നമുക്ക് ആവശ്യമാണ്. ഏത് കാര്യത്തിൽ? സുവിശേഷം അറിയിക്കാൻ, മറ്റുള്ളവരെ നേടാൻ, ആത്മാക്കളെ നേടാൻ, ഒരു ട്രാക്റ്റ് കൊടുക്കാൻ. ഒരു ബദ്ധപ്പാട്, സുവിശേഷം അറിയിക്കാൻ ഒരു ബദ്ധപ്പാട്. ഞാൻ കർണാടകയിൽ പോയപ്പോൾ, ഞാനത് ഇന്നലെ പറഞ്ഞതാ, പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ ഇന്നലെ പറഞ്ഞതാ. കർണാടകയിൽ ചെന്നപ്പം അവിടെ ഒരു ആൻറ്റി, ആലീസ് എന്ന് പറയുന്ന ഒരു ആൻറ്റി, ആ സ്ത്രീയാണ് എൻ്റെ മലയാളം പ്രസംഗത്തെ കന്നഡയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആലീസ് എന്ന് പറഞ്ഞു. അവർ മുട്ടുമേ നല്ല ഹൈറ്റാണ്. ഞാൻ എൻ്റെ ഹൈറ്റ് അറിയാമല്ലോ. ഞാൻ നിന്ന് പ്രസംഗിക്കുമ്പോൾ അവർ മുട്ടുമേ നിന്നാൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, മുട്ടുമേ നിന്നാൽ എൻ്റെ അത്രയും വരും. അവരെക്കുറിച്ച് സഭയിലുള്ള മറ്റുള്ളവർ എന്നോട് പറഞ്ഞത് കേൾക്കണോ? പാസ്റ്ററെ, ആലീസ് ആൻറ്റി ഒരു ഓട്ടോറിക്ഷയിൽ കയറിയാൽ ഇറങ്ങേണ്ട സ്ഥലം എത്തുന്നതിന് മുൻപ് ആ ഓട്ടോറിക്ഷ ഡ്രൈവർ സമർപ്പിച്ചിരിക്കുന്നു. എന്തൊരു തീഷ്ണത! നമ്മളാണല്ലോ, എടാ ഞാൻ പൈസ കൊടുത്ത് കൂലിക്ക് വണ്ടി പിടിച്ച് കയറിപ്പോകുന്ന, അവൻ്റെ ജോലി എന്നെ എത്തേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിക്കുക, അത്രയേ ഉള്ളൂ. സുവിശേഷം അറിയിക്കണം, സുവിശേഷം അറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം അറിയിക്കണം. പൗലോസ് പറയുന്നു, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം.
സുവിശേഷം എത്താത്ത ഇടങ്ങളിൽ സുവിശേഷ ദൗത്യവുമായി ചെല്ലുവാൻ കഴിയുമോ, അതിലേക്കൊക്കെ നമ്മൾ ബന്ധപ്പെടണം. സുവിശേഷം അറിയിക്കാൻ നല്ലൊരു ഫീൽഡായിരുന്നു എൻ്റെ ഔദ്യോഗിക മണ്ഡലം, ടീച്ചിങ് ഫീൽഡ്. നല്ലൊരു ഫീൽഡ്. ഞാൻ പഠിപ്പിച്ച പല കുട്ടികളെ ഞാൻ സ്നാനപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ മാസം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ക്യാമ്പ് നെയ്യാർ ഡാമിൽ വെച്ച് നടന്നു. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നെയ്യാർ ഡാമിൽ വെച്ച് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അസംബ്ലീസ് കൊണ്ട് തെക്കൻ ഏരിയയിലുള്ള ഏകദേശം 500ഓളം ആൾക്കാർ ആ ക്യാമ്പിലുണ്ടായിരുന്നു. 500ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അഭിഷേകത്തിനായിട്ട് എന്നെ വിളിച്ചത്. ഞാൻ അഭിഷേകത്തിന് ശുശ്രൂഷിക്കാനായിട്ട് ആഹ്വാനം ചെയ്തപ്പോൾ ഒത്തിരി പേര് മുമ്പിൽ വന്നു. ഒരുപാട് പേര്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-200 എണ്ണം ശുശ്രൂഷിച്ചു. 79 പേര് അന്ന് അഭിഷേകം പ്രാപിച്ചു. 79 പേര് 79 പേര് അഭിഷേകം പ്രാപിച്ചു. അവർ പിന്നെയും എന്നെ വിളിച്ചടിക്കുക 2 സ്ഥലത്തേക്ക്, കൊണ്ണിയൂർ ഏജിലോട്ടും. ഇവരെ തന്നെ ഈ ക്യാമ്പിൽ വന്ന ആൾക്കാർ അഭിഷേകം പ്രാപിക്കാത്തവരെ അവരെ വീണ്ടും വിളിപ്പിച്ചിരിക്കുക. അവിടെ കാഞ്ഞിരംകുളം ഏജിയിലേക്ക് വിളിപ്പിച്ചിരിക്കുക. ഞാനത് പറയാൻ കാര്യം എത്രയേ ഉള്ളൂ. എനിക്ക് അവരുടെ ലെറ്റർ വന്നു കേട്ടോ. അവിടുന്ന് ആ ക്യാമ്പിൽ നിന്ന് ഒരു ലെറ്റർ ഇന്ന് എനിക്ക് കിട്ടി. അതിനകത്ത് എഴുതിക്കുക, പാസ്റ്റർ 79 പേര് ആ ശുശ്രൂഷയിൽ അഭിഷേകം പ്രാപിച്ചു. എത്രയോ പേര് രക്ഷിക്കപ്പെട്ടു, എത്രയോ പേര് സ്നാനപ്പെട്ടു. സ്തോത്രം. അപ്പൊ സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു വ്യഗ്രത വേണം, ഒരു ഉത്സാഹം വേണം, ഒരു ശുഷ്കാന്തി വേണം, ഒരു ബദ്ധപ്പാട് വേണം. ജീവിതങ്ങൾ വിടുവിക്കപ്പെടണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വേർപാട് പാലിക്കണം, വിശുദ്ധിയിലേക്ക്. സ്തോത്രം. അപ്പൊ നോക്കി, ഇവിടെ 4ാമത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ബദ്ധപ്പാടെന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ ഒരു ബദ്ധപ്പാട്. 5ാമത് നമുക്കുണ്ടായിരിക്കേണ്ട ബദ്ധപ്പാടെന്ന് ചിന്തിക്കാം. 22-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 18-ാമത്തെ വാക്യം. കണ്ടോ? പൗലോസിനോട് പറയാ, പൗലോസേ, ദൈവാത്മാ പറയാ, നീ ബന്ധപ്പെട്ട് യെരൂശലേം വിട്ടുപോകണം. മതി, ഇത്രയും നാൾ നിന്നത് മതി, സുവിശേഷം അറിയിച്ചത് മതി. ഇനി നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവരെന്ത് ചെയ്യത്തില്ല, കൈക്കൊള്ളത്തില്ല. വെട്ടുന്നു. PMG സഭയുടെ ആരംഭകാലത്ത് ഞങ്ങൾ വാര്യാപുരം യോനാച്ചായൻ എന്ന് പറഞ്ഞൊരു ദൈവകൃപയുള്ള ഒരു പ്രവാചകനുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പണ്ടുള്ളവർക്കൊക്കെ അറിയാം വാര്യാപുരം യോനാച്ചായൻ. കണ്ടിട്ടുണ്ടോ വാര്യാപുരം യോനാച്ചായനെ? കണ്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്ക്. കണ്ടിട്ടില്ല, ആരുമില്ലല്ലേ? വാര്യാപുരം യോനാച്ചായൻ. അദ്ദേഹം ഞങ്ങളോടൊപ്പം വന്ന ഒരു വ്യക്തിയോട്, ഒരു ദൈവദാസനോട് ദൂത് പറഞ്ഞതാ, സാത്താൻ നിഴൽ പോലെ നിന്റെ പിന്നാലെ ഉണ്ട്. ദൂത് പറയാ, സാത്താൻ എങ്ങനെയുണ്ടെന്നാ? നിഴൽ പോലെ നിന്റെ കൂടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നീ ഇപ്പോൾ ആയിരിക്കുന്ന ശുശ്രൂഷിക്കുന്ന ദേശം വിട്ടുപോക്കണം. ദൂത് പറഞ്ഞതാ. സാത്താൻ നിഴൽ പോലെ കൂടെയുണ്ട്. യെരൂശലേമിൽ പോയി സുവിശേഷം അറിയിക്കാൻ ബന്ധപ്പെട്ട പൗലോസ് സുവിശേഷമൊക്കെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനോട് പറയാ, പൗലോസേ, മതി, നീ ഇനി ഇവിടം വിട്ട് ബന്ധപ്പെട്ട് പൊക്കോണം. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. ഇനി നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവര് കേൾക്കത്തില്ല.
അതുകൊണ്ട് നീ പെട്ടെന്ന് വിട്ടണം. നമ്മുടെ ഇടയിൽ ഒരു 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 ചൊല്ലുണ്ടല്ലേ, എന്തുവാ? സ്വരം നന്നപ്പോൾ പാട്ട് നിർത്തും അല്ലേ? ഒരു ഒരു ചൊല്ലില്ലേ, ഒരു പറച്ചില്. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തിയേക്കണമെന്ന്. പിന്നെയും പാടാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ശബ്ദം പോലെ ആയിപ്പോകും. തുടർമാനമായിട്ടുള്ള ശുശ്രൂഷ കാരണമാണ്. മതി പൗലോസേ, യെരൂശലേമിന്റെ സുവിശേഷം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കും അല്ലേ? അപ്പോസ്തലപ്രവൃത്തി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു സംഭവം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കാം. എണ്ണത്തിൽ ദിവസേന വരികയും ചെയ്തു. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് കണ്ടോ? പരിശുദ്ധാത്മാവ് പൗലോസിനെയും ബർന്നബാസിനെയും ശീലാസിനെയും ലൂക്കോസിനെയും ഒക്കെ വിലക്കിയെന്ന്. ഒരു ടീമായിട്ട് ഇങ്ങനെ പോവുക. ആസ്യയിൽ നീ വചനം പ്രസംഗിക്കരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിലക്കി. അപ്പൊ ദൈവാത്മാവ് വചനം പ്രസംഗിക്കുന്നതിനെതിരാണോ? നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതാ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ പോയി പ്രസംഗിക്കണമെന്നാ പറഞ്ഞ അല്ലേ? പ്രസംഗിക്കണമെന്നാ കർത്താവ് പഠിപ്പിച്ചത്. ഇവിടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു പ്രസംഗിക്കരുത്. കർത്താവ് പറഞ്ഞതിന് എതിരല്ല പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ഇപ്പം നീ പോകരുതെന്നാ അല്ലേ? ഇപ്പം നീ പോകരുത്. അത് കഴിഞ്ഞ് പൗലോസ് പോയി, ആസിയിൽ പോയി. പിന്നീട് ഇപ്പൊ നീ അങ്ങോട്ട് പോകരുത്. അപ്പൊ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിലക്കി. ഉടനെ പൗലോസ് എന്ത് ചെയ്തു? മുസ്യ കടന്ന് ബിഥുനിക്ക് പോകാൻ ഭാവിച്ചു അല്ലേ? അടുത്ത വാക്യം വായിച്ചേ. അന്നേരവും പറഞ്ഞു വേണ്ട, നോ, പോകരുത്. പിന്നെ വേർ ഷുഡ് ഐ ഗോ? എവിടെ പോകണം? അന്നേരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വെളിപ്പാട് കൊടുത്തത്. മാസിഡോണിയക്കാരനായ ഒരുത്തൻ നിന്നുകൊണ്ട് ഇവരെ കൈമാടി വിളിക്കുക അല്ലേ? സഹായിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുക. പൗലോസിന് കാര്യം മനസ്സിലായി. ഞങ്ങളെ ഇപ്പോൾ ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നത് ആസിയയിലല്ല, ബിഥുനിയക്കല്ല, മാസിഡോണിയയിലേക്കാണ്. ഏറ്റെടുക്കാമോ ദൈവമക്കൾ? ദൈവ ശബ്ദം ഏറ്റെടുക്കാമോ? സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ ദൈവദാസന്മാരൊക്കെ ഈരണ്ടായിട്ട് ഭവന സന്ദർശനത്തിന് വിട്ടു. ഒരു എൻ്റെ ഡിസ്ട്രിക്റ്റിലെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു ഡിസ്ട്രിക്റ്റിൽ ഈരണ്ടായിട്ട് ഭവന സന്ദർശനം ഇവരൊക്കെ പോയി. ഞാൻ ഹോളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരൊക്കെ മടങ്ങി വന്ന് ഞാൻ ഓരോരുത്തരുടെ സാക്ഷിയൊക്കെ ചോദിച്ചു. എന്തുവായിരുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ? ഏതെങ്കിലും വീടുകളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ വല്ലതും പ്രാർത്ഥിക്കാൻ വിഷയങ്ങൾ വല്ലതും ഉണ്ടോ? ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു ടീം പറഞ്ഞത്, ഓരോരുത്തർ പല കാര്യങ്ങൾ പറഞ്ഞു. ഒരു ടീം പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ചായൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിവിടെ പ്രാർത്ഥിക്കുകയും വേണ്ട, ഒന്നും പറയണ്ട. അപ്പം ഞാൻ ചോദിച്ചു പിന്നെന്തോ ചെയ്തു നിങ്ങൾ? അദ്ദേഹം ഈ അയച്ച വ്യക്തി പറയാം, ഞാൻ അച്ചായൻ്റെ കൈക്ക് പിടിച്ച് എന്ന് പറഞ്ഞാൽ അച്ചായൻ്റെ കൈക്ക് പിടിച്ചിട്ട് കാലുകൊണ്ട് 2 ചവിട്ട് നിലത്ത് ചവിട്ടിയച്ച് യേശുവിൻ്റെ നാമത്തിൽ അവകാശം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങി പോന്നെന്ന്. ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി. ഇതേ വലിയ ക്രെഡിറ്റായിട്ടാണ് പറയുന്നത്. പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞിടത്ത് ഞാൻ കരം പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തി അവകാശം പറയുന്നു എന്ന് പറഞ്ഞിട്ട് പോന്നു. കിട്ടും? കിട്ടത്തില്ല. കർത്താവ് നമ്മെ പഠിപ്പിച്ചെന്തുവാ? നിങ്ങളൊരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ എന്തോ ചെയ്യണമെന്ന്? കാലില് പൊടി തട്ടിക്കളഞ്ഞ ചിങ്ങി പോന്നേക്കാൻ, അല്ലാതെ ബലാത്കാരേണ കയറി നിൽക്കാനല്ല പറഞ്ഞത്. ആസ്യയിൽ പോകരുത് എന്ന് ദൈവാത്മാവ് വിലക്കിയാൽ പോകരുത്. ദൈവാത്മാവ് നമ്മെ നിയന്ത്രിക്കുമെന്ന്, നമ്മെ കൺട്രോൾ ചെയ്യും. ദൈവാത്മാവ് കൺട്രോൾ ചെയ്യും. സ്തോത്രം. ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ചാൽ പോയി പറയണം. നിങ്ങൾക്കറിയാമോ,
നമ്മുടെ BMG സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കാനമച്ചൻ റവറൻ PI എബ്രഹാം, കണ്ടിട്ടുണ്ടോ? കാനമച്ചനെ കണ്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം നമ്മുടെ PMG സഭയെ വന്ന് കണ്ണുനീരോടെ പറഞ്ഞ ഒരു സാക്ഷ്യം, കരഞ്ഞുകൊണ്ട് പറഞ്ഞ സാക്ഷ്യം. ഇന്ന് കാനമച്ചൻ ദൈവസന്നിധി വിശ്രമിക്കുക. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞ സാക്ഷ്യം വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം അന്ന് പറഞ്ഞ സാക്ഷ്യം. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് അദ്ദേഹം സുവിശേഷാർത്ഥം വന്നു. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ ഉള്ളിൽ ഒരു പ്രേരണ. അന്ന് കേരളത്തിലെ മന്ത്രിയായിരുന്ന ജോർജ് എന്ന് പേരുള്ള ഒരു മന്ത്രിയുണ്ട്. അത് കാനമച്ചൻ്റെ സുഹൃത്തായിരുന്നു, കൂട്ടുകാരൻ. അദ്ദേഹം കേരളത്തിലെ മന്ത്രി, PC ജോർജ് അല്ല കേട്ടോ, അന്നത്തെ കാലത്ത് കേരളത്തിലെ മന്ത്രിയായിരുന്ന ജോർജ്. അദ്ദേഹത്തോട് പോയി സുവിശേഷം പറയാൻ കാനമച്ചനോട് ഉള്ളിൽ ഒരു പ്രേരണ. അദ്ദേഹത്തോട് പോയി സുവിശേഷം പറയാം. കാനമച്ചൻ ഭയങ്കര, നമുക്കറിയാം, ഭയങ്കര ബിസി മാനാണ്, ശുശ്രൂഷ ഭയങ്കര ശുശ്രൂഷയാണ്. അദ്ദേഹം ഉള്ളിൽ പറഞ്ഞു, ദൈവമേ, ഞാൻ നാളെ എനിക്കും ഇന്നിടത്ത് ശുശ്രൂഷിക്കാൻ പോകണം, അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങ് പോവുക. അടുത്ത പ്രാവശ്യം ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പം ഈ ജോർജ് എന്ന് പേരുള്ള മന്ത്രിയെ കണ്ട് ഞാൻ സുവിശേഷം പറഞ്ഞോളാം എന്ന് ഉള്ളിൽ ദൈവത്തോട് പറഞ്ഞിട്ട് ഇദ്ദേഹം ബസ് കയറി അങ്ങ് പോയി. സംഭവിച്ചേക്കണോ? ആ ആഴ്ച ജോർജ് എന്ന് പേരുള്ള മന്ത്രി മരിച്ചു. കഴിഞ്ഞിടെ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മരിച്ചവരുടെ ഫോട്ടോ TV യിൽ കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ ജോർജ് എന്ന് പേരുള്ള മന്ത്രി. കാനമച്ചൻ കണ്ണുനീരോട് പറഞ്ഞ സാക്ഷ്യം ഇതാ, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ദൈവം എന്നോട് ഈ ജോർജ് എന്ന് പേരുള്ള മന്ത്രിയുടെ രക്തത്തിൻ്റെ വില എൻ്റെ ശിരസിൽ ദൈവം ചോദിക്കും. നിന്നോട് പറഞ്ഞതല്ലേ പോയി സുവിശേഷം പറയാൻ. കണ്ടോ, ദൈവമക്കളെ, സുവിശേഷം അറിയിക്കാൻ ദൈവാത്മാവ് പ്രേരണ തരുമ്പോൾ നാം പോയി പറയണം. ദൈവാത്മാവ് നമ്മെ നിയന്ത്രിക്കും. ഞാൻ മടങ്ങി വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കണമല്ലോ. അപ്പൊ നോക്കിയാൽ ഇവിടെ യെരൂശലേം വിട്ടു പോകാൻ ദൈവാത്മാവ് ബന്ധപ്പെടുത്തുക. മതി പൗലോസേ, നീ സുവിശേഷം ഇവിടെ പറഞ്ഞത് മതി, നീ ഇനി വേറെ സ്ഥലത്തോണ്ട് പോക്കോ, ഇവിടെ പറഞ്ഞത് മതി. എന്നെ കുറിച്ച് ഇനി ഇവിടെ നീ പറയുന്നത് ഈ നാട്ടുകാരെന്ത് ചെയ്യത്തില്ല, കൈക്കൊള്ളത്തില്ല. ബന്ധപ്പെട്ട് പോക്കോളാം. അവൻ അവിടുന്ന് പോയി. നമുക്കെടുക്കാം 22-ാം അധ്യായം എടുത്തേ. 22-ാം അധ്യായം, പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം. ഈ യെരൂശലേം വിട്ട് പോകാനൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനോട് പറഞ്ഞപ്പോഴേ, പൗലോസിന് ആദ്യമൊക്കെ ഒരു വൈമനസ്യം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവൻ ഭയങ്കര സുവിശേഷതാകിയ. അതുകൊണ്ട് അവൻ ദൈവത്തോട് പറഞ്ഞ, ദൈവമേ, ഇവിടെയുള്ള ഈ മാർഗക്കാരായവരെ ഞാൻ പിടിച്ചു കെട്ടി യെരൂശലേമിൽ കൊണ്ടുവന്ന്, ദമസ്കോസിലുള്ളവരെ കൊണ്ടുവന്ന് അവരെ ഉപദ്രവിച്ച വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിവിടെ സുവിശേഷം പറയണ്ടെന്നോ എന്നൊക്കെ ദൈവത്തോട് ഇവൻ തർക്കിക്കുന്നുണ്ട്. പോട്ടെ, ഞാനത് വിടുകയാണ്. നമുക്ക് പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ബന്ധപ്പെടുത്തിയും കൊണ്ട് ലുക്കിംഗ് ഫോർ ഹേസ്റ്റനിങ്, ബന്ധപ്പെടുത്തിക്കൊണ്ട് കാത്തിരിക്കുന്നു. എന്തോ കാത്തിരിക്കുന്നു? ഇതൊക്കെ അഴിയാനുള്ളതാണ് അല്ലേ? മൂലപദാർത്ഥങ്ങൾ വെന്തുരുകാനുള്ളതാണ്. അതുകൊണ്ട് ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അവസാനത്തെ ബന്ധപ്പാട് നമ്മുടെ കർത്താവിൻ്റെ വരവിനെയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഒരു സഹോദരി പറഞ്ഞു, കർത്താവേ, നീ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു.
വാവിട്ട് നിലവിളിച്ചു പറയാം, കർത്താവേ നീ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് കർത്താവിൻ്റെ വരവിനെ ഒന്ന് ബന്ധപ്പെടുത്താൻ സാധിക്കുമോ? കർത്താവേ വരണമേ, വരണമേ. നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പാടില്ലെന്നേ. ഈ വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം, ഏറ്റവും ഒടുവിലത്തെ വാക്യം, ആ 2 വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം ഏറ്റവും ഒടുവിലത്തെ അധ്യായം, ഏറ്റവും ഒടുവിലത്തെ 2 വാക്യം. ഇത് സാക്ഷീകരിക്കുന്നവൻ, ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവ് പറഞ്ഞതാ, ഇതാ ഞാൻ. ദൈവത്തിന് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് വേഗത്തിൽ ചെയ്യണം എന്നുള്ളത്, അല്ലേ? യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദായോട് കർത്താവ് പറഞ്ഞെന്തുവാ? യൂദായെ, സ്നേഹിത, നീ ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്യാം. എടാ എൻ്റെ പൊന്നുമോനെ, നീ ഇപ്പോഴെങ്ങനെ എന്നെ കാണിച്ചു കൊടുക്കല്ലേ കേട്ടോ. എനിക്ക് കുറേ പേരെ കൂടെ സൗഖ്യമാക്കാനുണ്ട്, കുറേ ഭൂതങ്ങളെ കൂടെ പുറത്താക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും നീ എന്നെ കാട്ടിക്കൊടുക്കരുത് എന്നല്ല പറഞ്ഞത്. യൂദായേ, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക. സക്കായിയോട് യേശു പറഞ്ഞെന്തുവാ? സക്കായിയെ, വേഗത്തിൽ ഇറങ്ങി വാ. വേഗത്തിൽ. നമുക്കറിയാം, കാട്ടത്തിയുടെ മണ്ടയ്ക്ക് കയറിയിരിക്കുക സക്കായി, കാട്ടത്തിൻ്റെ മുഴുവൻ. യെരുശലേമിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ, യെരുശലേമിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ, യെരുശലേം രാജാക്കന്മാരുടെ രഥത്തിന് ചരിത്രം പറയുന്നത് ഏകദേശം 70 അടി പൊക്കമുള്ള ഭയങ്കര പൊക്കമുള്ള രഥമാണ്. ഈ രഥം ആ വീതി, രാജവീതി കൂടെ പോകണമെങ്കിൽ അതിൻ്റെ ഇരുവശങ്ങളിലുള്ള മരങ്ങൾ അതിനേക്കാളും പൊക്കം വേണം, അല്ലേ? അത്രയും പൊക്കമുള്ള ഒരു കാട്ടത്തിയേലാണ് സക്കായി കയറിയിരുന്നത്. ബന്ധപ്പെട്ട അവൻ വളരെ പണിപ്പെട്ട മുകളിലേക്ക് കയറിയത്. ഇതിൻ്റെ ചുവട്ടിലെത്തിയ യേശുവിനോട് പറഞ്ഞത്, എൻ്റെ പൊന്നു സക്കായിയെ, നീ പതുക്കെ സൂക്ഷിച്ച്, പതുക്കെ സ്ലോലി കം ഡൗൺ. അങ്ങനെയല്ല പറഞ്ഞത്. എന്തോ പറഞ്ഞേ? വേഗത്തിൽ ഇറങ്ങിയേക്ക, വേഗത്തിൽ. ഇന്ന് നമുക്ക് ആ വേഗത ഇല്ലെന്നേ. ഈ 38 വർഷങ്ങൾ ഈ കുളത്തിൻ്റെ കര, ബെഥസ്ദ എന്ന പ്രായവരുള്ള കുളത്തിൻ്റെ കര കടന്ന ഒരു പക്ഷപാതക്കാരനെ കുറിച്ച് നമുക്കറിയാം, അല്ലേ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. ഇവനെ ഇത്ര ഏറിയ നാളുകളായി എന്ന് യേശു അറിഞ്ഞു. യേശു അവനെടുക്ക ചെന്ന് വെച്ച് പറഞ്ഞു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് മനസ്സില്ല. നിനക്ക് മനസ്സുണ്ടായിരുന്നെങ്കിൽ ഇവൻ പറഞ്ഞ കാര്യം ഇതാ, കർത്താവേ, എനിക്ക് മനസ്സില്ലാഞ്ഞിട്ടല്ല, ഈ വെള്ളം കലങ്ങുമ്പോൾ ഞാൻ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പതുക്കെ ഞെരങ്ങി പക്ഷപാതമാണ്, തളർവാദമാണ്. അതുകൊണ്ട് ഞെരങ്ങി അവിടെ ചെല്ലുമ്പോഴത്തേക്കും മിടുക്കന്മാർ ചാടി സൗഖ്യം പ്രാപിച്ചു പോകും. അതുകൊണ്ട് കർത്താവ് ചെന്ന് നിനക്ക് മനസ്സുണ്ടോ എന്ന്. അതായത് മനസ്സുണ്ടായിരുന്നെങ്കിൽ നേരത്തെ പോയി അവിടെ ഈ വെള്ളം കലങ്ങുന്നതിന് മുമ്പ് പോയി ആ വക്കത്ത് പോയി കിടക്കണമായിരുന്നല്ലേ? അവിടെ കിടന്ന് വെള്ളവും കുടിച്ച് ആഹാരവും കഴിച്ച് വെയിലും കൊണ്ട് മഴയും നനഞ്ഞും ഒക്കെ അവിടെ കിടക്കണമായിരുന്നു. കാരണം ഈ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ എങ്ങനെ എഴുന്നേറ്റ് വരുന്നത്? സൗഖ്യത്തോടെയാ. പക്ഷെ ഇവൻ അത് ചെയ്തില്ല. എന്താ കാര്യം? ഇവൻ ഇങ്ങനെ ചിന്തിച്ച് കാണും, ഇട ഞാൻ പോയി കുളത്തിൻ്റെ കരയിൽ കിടക്കുക, വെള്ളം കലങ്ങിയപ്പോൾ ഞാൻ ആദ്യം ഉരുണ്ട് വെള്ളത്തിലോട്ട് വീണു. കാരണം ഇവന് ചാടാനൊക്കത്തില്ല, കൈയും കാലും ഒക്കെ തളർന്നവനാ. ഉരുണ്ട് വെള്ളത്തിലോട്ട് വീണു. ഇൻ കേസ് എനിക്ക് സൗഖ്യം കിട്ടിയില്ലെങ്കിലോ? വെള്ളം കുടിച്ച് ചാകുക അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. അതാ ഇവൻ്റെ മനസ്സിൽ വന്ന ചിന്ത. അതുകൊണ്ടാണ് ഇവനത് ചെയ്യാത്തത്. സ്വോത്രം. ഒരു തിടുക്കം നമുക്ക് വേണം, ഒരു ഉത്സാഹം നമുക്ക് വേണം. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ. ദൈവം എപ്പോഴും വേഗത്തിലാണ് ചെയ്യുന്നത്. ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവൻ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? അടുത്ത വാക്യം, 8-ാം വാക്യം, വേഗത്തിൽ. കണ്ടോ? അതാണ് വേഗത്തിൽ. ദൈവം പ്രവർത്തിക്കുന്നത് വേഗത്തിലാണ്. ഇവിടെ കർത്താവ് പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറയുന്നു, അതേ, ഇത് സാക്ഷീകരിക്കുന്നവൻ പറയുന്നു, ഞാനിതാ വേഗം വരുന്നു. കർത്താവിന്
ധൃതിയ വന്ന് നമ്മൾ ചേർക്കാൻ. നോർത്ത് നോക്കി, നമ്മുടെ മണവാളനായിരിക്കുന്ന കർത്താവ് മണവാട്ടിയായിരിക്കുന്ന നമ്മെ ചേർക്കാൻ എന്തോ ഒരു ധൃതിയ. ഉടനെ മണവാട്ടി പറയുന്നേക്കണോ? അടുത്ത വാക്യം കണ്ടോ? സഭ പറയുക കർത്താവ് പറയുന്നു ഇതാ ഞാൻ വേഗം വരുന്നു. ഉടനെ സഭ പറയുന്നത് എന്തുവാ? ആമീൻ കർത്താവേ. വരണം കേട്ടോ, നീ വരാതൊന്നും ഇരിക്കരുത്, വരണമേ. വേഗതയില്ല. അതേ കർത്താവേ നീ വേഗം വരണമേ എന്നല്ല പറഞ്ഞത്. നമ്മളൊക്കെ ഒടുവിൽ ആശീർവാദം പറഞ്ഞു കഴിഞ്ഞു, ആമീൻ കർത്താവായ യേശുവേ നീ വേഗം വരണമെന്നാ നമ്മളൊക്കെ പറയുന്നത്. പക്ഷെ ബൈബിളിൽ പറഞ്ഞില്ല. വേദപുസ്തകത്തിൽ സഭ പറഞ്ഞത് ആമീൻ കർത്താവേ നീ വരണമേ എന്നാണ്. ഒരു സാമട്ടില്, ഒരു തണുപ്പൻ മട്ടില്. നീ വരാതൊന്നും ഇരിക്കരുത്, വരണം കേട്ടോ, വരണം. ഇന്ന് രാത്രി നമ്മുടെ തണുപ്പൻ മട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ബദ്ധപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. ദൈവ കൃപ പ്രാപിക്കാൻ ഒരു ബദ്ധപ്പാട്, ദൈവ ആലോചന കേൾക്കാൻ ഒരു ബദ്ധപ്പാട്, ദൈവ ശബ്ദം കേൾക്കുവാൻ ഒരു ബദ്ധപ്പാട്, കൂട്ടായ്മ കൂടുവാൻ ഒരു ബദ്ധപ്പാട്, സുവിശേഷം അറിയിക്കുവാൻ ഒരു ബദ്ധപ്പാട്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. അജമനവ ശന്തനദമന വൈഡമന. മകനെ, നിന്നെ തകർത്ത് കളയാൻ ശത്രു നോട്ടമിട്ട് പൊരുതിയ ഒരു സംഭവമുണ്ട്. വെളിപ്പെടട്ട് കർത്താവേ. വീതിയിൽ നിന്നെ തകർത്ത് തരിപ്പണമാക്കുവാൻ അനർത്ഥത്തിൽപ്പെടുത്തി, അപകടത്തിൽപ്പെടുത്തി, ഇല്ലാതാക്കുവാൻ ശത്രു പദ്ധതി കണക്കി പൊരുതിയ സ്ഥാനത്ത് മകനെ, കണ്ണിന്റെ കൃഷ്ണമണിക്ക് കൊള്ളേണ്ടത് പുരികത്ത് തട്ടി മാറി എന്നുള്ള ചൊല്ലുപോലെ തട്ടി മാറ്റിയ അനുഭവം നീ തിരിഞ്ഞൊന്ന് ചിന്തിക്കുമോ? ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ കരം പിടിച്ച് നടത്തിയെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കൂ, നീ എനിക്കുള്ളവൻ തന്നെ, നീ എനിക്കുള്ളവൻ തന്നെ. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവമാണ്. നിന്നെ തന്നെ സമ്പൂർണമായി ഏൽപ്പിച്ച് തന്നുകൊള്ളട്ടെ. ഉടമനവക്ഷസ്യ. നിന്റെ സ്ഥിതിക്ക് ഞാൻ മാറ്റം വരുത്തും, നിന്റെ സ്ഥിതിക്ക് ഞാൻ മാറ്റം വരുത്തും. ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് ഞാൻ നിന്നെ ആത്മീക മണ്ഡലത്തിൽ നയിപ്പിക്കും. പ്രത്യേക പ്രാർത്ഥിച്ചു കൊള്ളുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളെയും പോരുകളെയും ശാസിച്ച് അകറ്റുകയാണ്. ചുടാമന വൈഡമന ഹതരഘടകസ്യ. മകളെ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരത്തെ നൽകുന്ന എൻ്റെ കരം നിന്നോട് കൂടെയിരുന്ന് നാളുകളായി നീ നിലവിളിച്ച് ഞരങ്ങി പ്രാർത്ഥിക്കുന്ന കുടുംബ വ്യക്തിത്വങ്ങൾ, ജീവിതങ്ങൾ ഞാൻ വിടുവിച്ചെടുക്കും. വിശ്വസിച്ചെൻ്റെ ജനം പ്രാർത്ഥിച്ചു കൊള്ളുക. ഉടനാ മാസി വള്ളിക്കട്ടൻ വേദികരച്ചൻ മടുത്തനമ്പേ ദുടപ്രവൈഡൽ മനന്തനഗതിയ അർത്ഥനാദീകൽക്ക ജാരുതി കെടുത്തനമ്പേ. പൊടുന്നനെ ചില വിടുതലുകൾ നിന്റെ കുടുംബത്തിൻ്റെ അന്തർഭാഗത്ത് വെളിപ്പെടും കേട്ടോ. അത് പെട്ടെന്നായിരിക്കും. പൊടുന്നനെ, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നീ നിരൂപിക്കാത്ത സമയത്ത് പൊടുന്നനെ എൻ്റെ കരം വെളിപ്പെടും. വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ജനത്തോട് കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വൈഡമന ഹതരഘടകസിയാൽ അക്ഷമാന വൈഡാൽ അൽമന വേദിക രക്ഷസിയ. ഹല്ലേലൂയ, സ്തോത്രം. അജമൻ ഭടവ പ്രവതല വൈഡൽ അതരാജാര വൈഡാൽ അമ്പേ അർത്ഥനാദികൾക്ക് ജാരുതി കെടുത്തനമ്പേ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ബദ്ധപ്പാട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പിശാച് ബന്ധപ്പെടുന്നു, ശത്രു ബന്ധപ്പെടുക. എന്തിനു വേണ്ടി? ദൈവ മക്കളുടെ തല കൊയ്യാൻ.
ദൈവമക്കളുടെ തല കൊയ്യാൻ ശത്രു പണിപ്പെട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇല്ലില്ല, തല കൊയ്താലും വേണ്ടില്ല, തല പോയാലും വേണ്ടില്ല, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമെന്നുള്ള തീരുമാനം യോഹന്നാൻ സ്നാപകൻ എടുത്തതുപോലെ നമുക്കും ആ തീരുമാനമെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെടേണ്ട പല വിഷയങ്ങൾ നാം ചിന്തിച്ചല്ലോ. അതിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.